ഞങ്ങളെ ഗാങ്ങിന് ക്യാപ്റ്റൻ ഉണ്ട്. അതാരാ? ഞാൻ. അപ്പൊ അനുട്ടാ, ഈ വട്ടം പൊക്കെ ഞങ്ങൾ ആൺകുട്ടികൾ കൊടുക്കും. അയ്യടാ, ആൺകുട്ടികളോ? അതെ, മോമ കൊടുക്കും. എന്തേ? അപ്പൊ ഞങ്ങളോ? നിങ്ങൾ വേണി വെള്ളം കൊടുത്തോളി. അനുട്ടാ, ഈ പ്രശ്നം ഞങ്ങൾ എന്നെ പൊക്കെ കൊടുക്കും. അനുട്ടാ, ഞങ്ങൾ എന്നെ കൊടുക്കും. അന്ന് കാണണല്ലോ. മോമ, നിങ്ങൾ ആരെങ്കിലും കുടിക്കും. മോമ മര്യാദക്ക് തന്നോട്ടോ. പാടൊക്കെ മര്യാദ. നിങ്ങൾ പോയി വെള്ളം കൊടുത്തോളി, അല്ലെങ്കിൽ അതും ഞങ്ങൾ കൊടുക്കും. എല്ലാം നമുക്ക് പ്രോഗ്രാം എല്ലാം നമുക്ക് ശരിയാക്കാം. നീ അവിടെ പോയിട്ട് എന്നൊന്ന് തള്ളി അങ്ങനെ മറിച്ചാൽ മതി. ഹലോ, എല്ലാവരും ശ്രദ്ധിക്കുക. കുറച്ച് വൈകിയെങ്കിലും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും സദസ്സിലേക്ക് കയറിയിരിക്കണമെന്ന് വളരെ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. എന്റെ കയ്യിലല്ലേ ഇയാണ് കൊണ്ടുപോയതെന്ന്. എന്റെ പൊന്നാനൂട്ട, പൂച്ചണ്ടൊന്നും വേണ്ട, പരിപാടി തുടങ്ങ്. പ്രിയപ്പെട്ട മോമോ, ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പൂച്ചണ്ടുമായി സ്റ്റേജിൽ വരണം. മോമോനെ കാണാനല്ല. അവിടെ ഈ ചെക്കന്ത എവിടെ പോയി കിടക്കുന്നു? ഓമനെ കേറിയൊക്കെ ചെല്ല് ചെല്ല് ചെല്ല്. അവിടെ ഇല്ല. ഇവിടെ ഉണ്ടാവും നോക്കാലോ. ചെക്കന്മാരെ നോക്ക് നോക്ക്. ഇവിടെ ഇല്ല. ചെറുക്ക പൂജന്റെ കൂടെ ഇല്ല, ഓനും കൊണ്ടിട്ട് പോകും. ഇതാ ഞാൻ പറഞ്ഞ എന്റെ ചങ്ങായിമാര് മൊത്തം അലമ്പാന്ന്. എന്നെ നാണം കെടുത്താനായിട്ട്. അല്ലെങ്കിൽ ആരും ചെയ്യണ കാര്യമാണത്. മോളെ, ചളിയുണ്ട്. ഈ കുട്ടീൻ്റെ ഒരു ഉറക്കം ഇങ്ങനെ ആയാൽ എന്താ ചെയ്യാ? ഡാൻസ് ആണെങ്കിൽ ഓനിൽ അത് കളിക്കുകയും ചെയ്തു. എത്തിക്കിട്ടി. അല്ലാ, എത്ര നേരം എൻ്റെ കുട്ടി ഒരുങ്ങി മാറ്റി കാത്തു നിന്നത്. വല്ലാത്ത ചെയ്ത്തായി പോയി. നീ ഇവന്റെ കയ്യിൽ നിന്ന് നാളെ ഞാൻ കേൾക്കണല്ല. ആ പ്രസിഡന്റ് ഇങ്ങനെ വൈകിയോണ്ടല്ലേ നമ്മളെ കുട്ടിക്ക് കളിക്കാൻ പറ്റാതായത്. നിങ്ങൾ ഓനെ കണ്ടാല് 2 വർത്താനം പറയണം. ഞാൻ നാളെ ഓനൊന്ന് കാണട്ടെ. നടക്ക്. എന്റെ ടീമിലെ ഹീറോ ഞാനാണെങ്കിലും എല്ലാ ഹീറോസിനും പോലുള്ള ഒരു വീക്ക് പോയിന്റ് എനിക്കുണ്ട്. 7 മണി കഴിഞ്ഞാൽ എന്റെ ബാറ്ററി ഓഫ് ആവും. അത് കഴിഞ്ഞ് ആര് വിളിച്ചാലും ഞാൻ നിൽക്കൂല. ഞാൻ ഉറങ്ങിയാലല്ലാതെ എന്റെ ശത്രുക്കൾക്ക് ഇന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ഡോക്ടർമാരെ കാണിച്ചിട്ടൊന്നും ഒരു കാര്യം ഉണ്ടായില്ല. സുന്ദര കുട്ടപ്പൻ. ഞാൻ ഒരു കാര്യം കാണിച്ചുതരാം. ഡാൻസ് കോസ്റ്റ്യൂമിൽ മിനുങ്ങി കിടക്കുന്ന നിങ്ങളെ മോന് കണ്ടോളി. എന്തെങ്കിലും കാട്ടി വെച്ചിരിക്കണേ, ഞാൻ തരാട്ടോ. എന്നെ പിടിച്ചാ മുത്തുട്ടിയെ. എന്താണ് ഡാൻസിന്റെ വീഡിയോസ് ഒന്നും കണ്ടില്ലല്ലോ? എന്താ അയക്കാഞ്ഞ്? അതിന് മുത്തുട്ടിക്ക് വന്നൂടേഞ്ഞോ? ഇന്നലെ ഡാൻസ് മൊത്തം കാണേനി. അതിന് നിങ്ങൾ വരൂലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ടോയ്സ് ഒന്നും വേണ്ട? ടോയ്സ്. നിങ്ങൾക്ക് ടോയ്സ് ആയിട്ടൊക്കെ ഞാനൊരു വരവ് വരുന്നുണ്ട്. അതിനുള്ള പൈസ ഉണ്ടാക്കില്ലേ ഞാനിവിടെ? ഞങ്ങൾക്ക് സാധനം വേണ്ട, നിങ്ങൾ വന്നാ മതി. വേഗം വരാട്ടാ. മുത്തുട്ടിയെ, വീഡിയോസ് ഒക്കെ ഞാൻ അയച്ചരാ. പക്ഷെ എപ്പോഴാ നാട്ടിലേക്ക് വരാന്ന് ഇപ്പൊ പറയണം. ഞാൻ ഈ വെക്കേഷനിൽ എന്തായാലും വരും, ഉറപ്പായിട്ട് വരും ട്ടാ. ഓക്കെ. എന്തു ബഹള? അവിടെ വരെ കേൾക്കാം ശബ്ദം. ഇന്നലെ ഗംഭീരായി കേട്ടൂലോ. പത്രത്തില് ഫോട്ടോ ഒക്കെ വന്നിട്ടുണ്ട്. ഈ ടീച്ചർ ബുക്ക് മൊത്തം തീർന്നിട്ടുണ്ട്, പിന്നെയും വെറുപ്പിക്കാൻ വരുന്നേ. മമതേ, എന്താ അവിടെ? ഒന്നുമില്ല. ടീച്ചർ ഓന് കളിക്കാൻ പോണെന്നാ പറയണേ. മമതേ, ഇങ്ങോട്ട് നോക്കിയേ. കളിക്കേ? പരീക്ഷയില വരാൻ പോകുന്നേ? ഇങ്ങനെ കളിച്ചിടന്നാ മതിയാ? പഠിക്കൂല, ഒന്നും വേണ്ട.
ഇങ്ങ് നടക്കും. ഇപ്പോഴേ പ്ലാൻ ഉണ്ടായാലേ ഭാവിയിൽ ടീച്ചറെ പോലെ വലിയ ആളാവാനൊക്കെ പറ്റുള്ളൂ. നമുക്കൊരു സൂത്രം ചെയ്യാം. നിനക്ക് ഭാവിയിൽ ആരാവണമെന്ന് പറയണം. ഇർഷാദ് പറഞ്ഞേ. ഡോക്ടർ. ഡോക്ടർ. എനിക്ക് പോലീസ് ആവണം. പോലീസ്. നീ ഫോട്ടോഗ്രാഫർ. ഫോട്ടോഗ്രാഫർ. ടീച്ചറെ ഫോട്ടോ എടുക്കണേ. ഡോക്ടർ. വെരി ഗുഡ്. സൂപ്പർ. എല്ലാവരും സൂപ്പർ. ആ മോമയ്ക്ക് ആരാവണം? പറ. ആരാവണമെന്ന്. ആവണം. ആവണം. ആരാവണം? ആരും ആവണ്ടേ? ആവണം. ചിരിക്കില്ലേ? ഒന്നിച്ച് തുടങ്ങും എല്ലാരും കൂടെ ബഹളം വെക്കാനായിട്ട്. മോമ ഇരുന്നോ. ടീച്ചർ ഒരു ചിത്രം വരച്ചു തരുമോ? എപ്പോഴും ടീച്ചറിലെ ചിത്രം വരയ്ക്കാറ്. ഇന്ന് നിങ്ങൾ ചിത്രം വരയ്ക്കേ. നന്നായിട്ട്. എടാ ഇതെന്താ ഇത്? നോക്കിയേ, ഒരാൾ വരച്ച പടം നോക്കിയേ. 2 വര. ബുർജ് ഖലീഫയാ. ബുർജ് ഖലീഫയാ? ഇതാ ടീച്ചറെ മേലക്ക് ഇനിയുണ്ട്. പേപ്പറിൽ സ്ഥലല്ല. എടാ നീ എന്ത് പറഞ്ഞാലും തറുതലേ പറയുള്ളൂ. നിന്റെ ഒക്കെ അതിബുദ്ധി കയ്യിൽ വെച്ചാ മതി കേട്ടാ. മുളച്ചു വരുന്നല്ലേ ഉള്ളൂ. നിനക്കൊക്കെ ഒറിജിനൽ ബുർജ് ഖലീഫയുടെ അടുത്ത് പോയി നിന്നിട്ടുള്ള ഫോട്ടോ ഞാൻ അയച്ചു തരും. ആ ഫോട്ടോ കണ്ട് വരച്ച് പഠിച്ചിട്ട് ടീച്ചർമാരെ കളിയാക്കാൻ മതി കേട്ടാ. അപ്പൊ ടീച്ചർ ബുർജ് ഖലീഫിന്റെ അടുത്തേക്ക് പോവാ? അയ്യോ ഞാൻ പറയാൻ മറന്നു. ഇപ്രാവശ്യം നമുക്ക് വെക്കേഷൻ ക്ലാസ് ഇല്ല കേട്ടാ. ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ അടുത്തേക്ക് അങ്ങ് ദുബായിലേക്ക് പോവാ. ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്തിട്ട് ഓഫീസർ അതാണ് പറഞ്ഞത്. നിങ്ങൾ എന്ത് വർത്താനാ മുത്തട്ടി പറയുന്നു? 2 കൊല്ലായില്ല നിങ്ങൾ പോയിട്ട്. കുട്ടികളോട് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞ് വെക്കേഷന് വരുന്നുണ്ട് എന്നൊക്കെ? പെട്ടെന്ന് എമർജൻസി ലീവിൽ നാട്ടിൽ പോയതാ പ്രശ്നമായത്. ലീവ് വേണമെന്ന് വാശി പിടിച്ച് പിന്നെ തിരിച്ചു വരുമ്പോ ഇവിടെ പണി ഉണ്ടാവും എന്താ ഉറപ്പ്? നമ്മളാണെങ്കിൽ സേഫ്റ്റി ഓഫീസർ എന്നുള്ള പൊസിഷന് വേണ്ടി ഓരോന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമല്ലേ ഇത്. ബാക്കി കുട്ടികളോട് നിങ്ങൾ തന്നെ പറഞ്ഞോടി. എന്നെ കൊണ്ടാവൂല അവരോട് പറയാൻ. നിങ്ങൾ വരുന്നും വിചാരിച്ചിരിക്കുക. എന്താണ് ഞാനല്ല കുട്ടികളെ തെറ്റ്. ഏതായാലും ഫോട്ടോ എടുത്ത് ഏതായാലും മുത്തുട്ടിക്ക് അയച്ചു കൊടുക്കാം. മുത്തുട്ടി കാണട്ടെ. പിന്നെ കണ്ടമാനം പൈസ ചെലവാക്കണ കാര്യമില്ല മുത്തുട്ടിയെ. പൈസേന്റെ ബുദ്ധിമുട്ടുകൾ മാറിയിട്ട് കാര്യമല്ല നടക്കുള്ളൂ ഇല്ലല്ലോ. അതൊക്കെ ആലോചിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ തീരുമാനത്തിലെത്തിയത് കേട്ടോ. കുഞ്ഞാലയിലേക്ക് അവിടെ കിടന്ന് കയറ് പൊട്ടിക്കുന്നുണ്ട്. ഇതിനത്ര സുഖവും പൈസ ഓൻ്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഓൻ ആദ്യം ഓൻ്റെ കടങ്ങൾ വീട്ടുകയല്ലേ ചെയ്യേണ്ടത്. ഇന്നാട്ട് നോ മാത്രമേ ഈ ഗൾഫിൽ പോയി പൈസ ഉണ്ടാക്കുന്നുള്ളൂ. ഞമ്മൾ ഹുസൈൻ എത്ര കൊല്ലായി ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്നു. ഓൻ്റെ കെട്ടിയോളെയും കുട്ടികളെയും ഇന്ന് വരെ ഗൾഫിൽ കൊണ്ടുപോയിക്കണ ഇല്ലല്ലോ. നമ്മളെ സൈനവാന്റെ സെക്കീനാന്റെ കെട്ടിയോന്മാരോട് എന്ത് സമാധാനം പറയും? അല്ല ഓനിക്കാടെ ഇരുന്ന് ഓരോന്ന് തീരുമാനിച്ചാൽ മതി. നാട്ടുകാരോട് സമാധാനം പറയേണ്ടത് നമ്മളാണല്ലോ. അല്ല കുഞ്ഞാലിയെ, യോന്റെ ഭാഗത്തുനിന്ന് ആലോചിച്ച് നോക്കിയാ ഇവിടുന്ന് മരിച്ചാൽ മയ്യത്ത് വരെ നാട്ടിൽ എത്തുമെന്ന് ഉറപ്പില്ല. അപ്പോഴാ നമ്മളിപ്പോഴത്തെ തീരുമാനം പോലെ ചെയ്താൽ മതി. ബാക്കിയൊക്കെ അങ്ങോട്ട് നാട്ടിൽ. ശരി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അവിടെ എന്താ വെച്ചറാ? ഒന്നുമില്ല. എനിക്ക് നിങ്ങളോടെ ഒരു കാര്യം പറയാണ്ട്. എന്താണ്? ഒരു സന്തോഷ വാർത്തയുണ്ട്, ഒരു ദുഃഖ വാർത്തയുണ്ട്. ഏതാ ആദ്യം കേൾക്കണ്ടേ? സന്തോഷ വാർത്ത. വാർത്ത. രണ്ടും കൂടി ഒരുമിച്ച് പറയാൻ പറ്റുമോ? ദുഃഖ വാർത്ത ആദ്യം പറയാം. മുത്തുട്ടി ഇപ്രാവശ്യം നാട്ടിലേക്ക് വരില്ല. ഡാ മോമോ, എന്താ? ഇങ്ങോട്ട് വാ. എന്താണ്? സന്തോഷ വാർത്ത കേട്ടിട്ട് പോ. എന്നാ പറയ്. മുത്തുട്ടിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റാത്തോണ്ട് നമ്മളോട് എല്ലാരോടും ദുബായിക്ക് ചെല്ലാൻ പറഞ്ഞിന്. സത്യം? സത്യം. ഫ്ലൈറ്റ് കയറിയപ്പോഴോ ഉറങ്ങി. ഷെഡിന്റെ വച്ച ഈ ഒട്ടുറങ്ങിയില്ല.
ഞാൻ ഉറങ്ങിയില്ല. നിങ്ങൾ ഉറങ്ങിയോ? കുറച്ചൊക്കെ ഇറങ്ങി. പിന്നെ കുറേ ദൂരമുണ്ട്, ഉറങ്ങിക്കോ. ഉറങ്ങാനപ്പോ ഞാൻ അങ്ങോട്ട് വന്ന. എന്നാ അവനെ ഉറങ്ങണ്ട. എത്തിയില്ലേ? ഷാന, ദിലു, എത്തി. എനിക്ക് ഇതിലൂടെ വെയിറ്റ് ഉണ്ടോ മാറിക്ക് ഞാൻ നീ എത്തട്ടണ്ട ആരംഭിച്ചോ. ബായ് ആ ബായ് ഒരു മിനിറ്റ് रूम कैसा है? पक्का है। आपको पिछले दिन देखता था ना, उससे भी अच्छा है। आपको बोला था ना, एक फैमिली भी उधर रहता है। अच्छा नहीं तो आगा पानी हो। अच्छा है भाई। अरे പിന്നെ ഇവിടെ ഒരു 5 മിനിറ്റിൻ്റെ പണിയുണ്ട്, ഒന്ന് സെറ്റായിട്ടില്ല കാര്യങ്ങൾ. നിങ്ങളൊന്ന് വിശ്രമിക്ക്. അപ്പോഴേക്കും ഞാനിതൊന്ന് വിശ്രമിക്കാനോ? അതിന് ഇവിടെ വിശ്രമിക്കാം. കാറിൽ വിശ്രമിക്കാലോ. എടാ ഹബി, വണ്ടി എടുക്കണേ. കാലുകൊണ്ടല്ലാതെ തലകൊണ്ട് ചവിട്ടുക. ശരിക്കും ഞാൻ വേറെ വീടാ കണ്ടുവെച്ചിരുന്നേ, അത് പെട്ടെന്ന് കഴിഞ്ഞു പോയി. പിന്നെ ഇന്നലെ ഇത് റെഡി ആയത്, അതുകൊണ്ട് ഒന്നും നോക്കാനും പറ്റിയില്ല. ഒന്ന് വൃത്തിയാക്കിയാൽ ശരിയാവും. ഹേ, ഇത് വലിയ പണിയൊന്നുമില്ലല്ലോ. ഇപ്പൊ ശരിയാക്കി തരാം, പെട്ടെന്ന് തീരും. അല്ല ഇത് ഇതെവിടെ വെക്കണ്ടേ? അവിടെ തന്നെ വെച്ചോ. അങ്ങനെ എടുക്കരുത്, നമ്മളൊരു ഭാരം എടുക്കുമ്പോ. ഹലോ മാഷേ, നിങ്ങളൊരു സേഫ്റ്റി. ശ്രദ്ധിക്കണ്ട ദിലോ. അത് തുറക്കണ്ട അത് തുറക്കണ്ട കേട്ടോ. ദിനോസർ, മമ്മ കോളി.
അസ്സലാമലൈക്കും. വാലേക്കും അസ്സലാം. ഖദീജയും കുട്ടികളൊക്കെ നാട്ടിൽ നിന്ന് എത്തിയില്ലേ? ആ ഉണ്ട് ഇവിടെ ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കുന്നേ. എന്റെ പുന്നാര മോനെ, ഈ ഓളെ കുട്ടി ഇങ്ങോട്ട് വരാൻ നിൽക്കല്ലേ. ഒരു ദിവസം പറ്റും പോലെ ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. ഖദീജ എവിടെ? ഞാൻ കൊടുക്കാം, ഇവിടെ ഉണ്ട്. ഹലോ കുഞ്ഞാക്ക, അസ്സലാം വലൈക്കും. ആ അലൈക്കും അസ്സലാം. എന്താണ് മോളെ, സുഖമായിട്ട് എത്തിയില്ലേ? ഒരു ദിവസം കുഞ്ഞൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. കുട്ടികളുടെ പറഞ്ഞോളാ, ഇവിടെ ഭയങ്കര പണിത്തിരക്കാ. വെക്കട്ടെ? ഹലോ കുഞ്ഞാക്ക. കട്ടാക്കി ഒന്നും പറയാൻ വിട്ടില്ല. ഒന്നും പറയാൻ അങ്ങോട്ട് പറ്റൂല. മൂപ്പർക്ക് ശരിക്കും ഇവിടെ എന്താ ജോലി? മൂപ്പർക്ക് എന്തൊക്കെയോ പണികളുണ്ട്, ഒരു ഐഡിയ ഇല്ല. എങ്ങനെങ്കിലും മൂപ്പര് പിടിച്ചേക്കും. അമ്മായി ഇങ്ങോട്ടേക്ക് വരുമ്പോഴേ ഒരു കാര്യം പറയാൻ ഏൽപ്പിച്ചീന്. മൂപ്പരോട് ഇവിടുത്തെ പണിയൊക്കെ മതിയാക്കി നാട്ടിക്ക് ചെല്ലാൻ പറയാൻ. മൂപ്പർക്ക് എന്തൊക്കെയോ ബാധ്യതകളുണ്ട്. എനിക്ക് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്. ഹെൽപ്പ് നിങ്ങള് ഇവർക്കൊക്കെ എന്താ അത്ര തോന്നെ സന്തോഷം? ഒന്നും തോന്നില്ലല്ലോ. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ബുർജ് ഖലീഫക്ക് നാട്ടത്തേക്കാൾ ദൂരെ വളർന്നാ വല്ലാത്തൊരു കുടുക്കായി പോയി. കഴിച്ചോ? ഈ അങ്ങോട്ട് വരണ കാര്യം എല്ലാവരോടും പറഞ്ഞിട്ടില്ലേ? ഇല്ലെങ്കിൽ ഒക്കെ കൂടെ എൻ്റെ തലേക്കാവും. എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും പരാതിക്ക് കുറവൊന്നും ഉണ്ടാവില്ല. അതെ, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ മൂഡ് ഓഫ് ആവോ? മൂഡ് ഓഫ് ആക്കാൻ പറ്റിയ സമയം ഈ പറയ്. അല്ല, രാവിലെ ദില് ചോദിച്ചില്ലേ ആ മുറി എന്താ പൂട്ടിക്കിടക്കുന്നതെന്ന്? ഞാനും ചോദിക്കണമെന്ന് വിചാരിച്ചതാ. എന്നിട്ട് എന്താ ചോദിക്കാൻ? ഞങ്ങളിവിടെ വൃത്തിയാക്കി ക്ഷീണിക്കുമ്പോൾ നിങ്ങൾ അറേബ്യൻ സ്റ്റൈലിൽ ആ മുറി തുറന്ന് ഞങ്ങൾക്കൊരു സർപ്രൈസ് ആയിരുന്നു വിചാരിച്ചു പോയി ഞാൻ. അമ്മക്കിന്നെ കുറിച്ച് വലിയ ധാരണ ഒന്നുമില്ലല്ലേ? അതിവിടെ വന്നപ്പോൾ ബോധ്യപ്പെട്ട്. ആ ബോധ്യപ്പെടലിന് 4 ടിക്കറ്റിന്റെ വില കൊടുക്കേണ്ടി വന്നു. വില കൊടുത്താലെന്താ? വില കൊടുത്താലെന്താ? ഓ ഗുഡ് നൈറ്റ്. ഇത്ര നേരത്തെ നീക്കോ? ഇങ്ങനത്തെ ഡ്രസ്? ഇതാണ് തീ പിടിക്കാത്ത ഡ്രസ്. കുടിച്ചോ, ചൂടുണ്ട്, ശ്രദ്ധിച്ച്. അപ്പൊ തീ പിടിക്കുന്നോർത്താ ജോലി? ഒരു നീക്കൂലേ, പതുക്കെ. അപ്പൊ തീ പിടിക്കുന്നോർത്താ ജോലി? ആ ഇതേ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇടുന്നതാണ് നമ്മളെ. നോക്കാം, അതെന്റെ ബസ്. മുത്തുട്ടിപ്പോ പോയ എപ്പോഴാ വരിക? വൈകുന്നേരം. ശരി, എന്നാ പോയിക്കോ. വേഗം വരാട്ടോ. എന്നാ പോയിക്കോളിട്ടാ. Hello, excuse me. What is this? Come down, please. Come down. അബീബേടാ, HSC മേനേജർ വിളിക്കുന്നുണ്ട്. ഓക്കെ. എന്ത് സംഭവം? I told you this many times. Please, guys, be careful. Habib, you are in charge this week, right? Yes, sir. Then tell me, why like this, Habib? When you work in height, you have to tie the harness. Everybody knows that. This is basic step. If any accident happens, it will impact our main hours, asset damage, and whatnot. So, you have to back your family safely. Always remember that. Habib, sir, their safety is your responsibility. Sure, sir. Okay? Okay. ഷാനമോളെ,
എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഒരാൾക്ക് ബുർജ് ഖലീഫ കാണാൻ പറ്റുമെന്ന്. ബുർജ് ഖലീഫ പറഞ്ഞാൽ എവിടെയാന്നാ പോലെ വിചാരം. അതിന് എനിക്ക് തോന്നല മുത്തൂട്ടിനെ പറ്റിച്ചാന്നാ. ആ അപ്പൊ നിങ്ങൾക്കും കാണാൻ പറ്റൂലല്ലോ. ഞങ്ങൾക്ക് എന്നെ മാതിരി കൊച്ചുമണി രമൺ ടീച്ചർ നാട്ടാരെന്ന് ബോധിപ്പിക്കണ്ടല്ലോ. അതാ മോമ പെട്ടേ, മോമ പെട്ടേ, മോമ പെട്ടേ. ആ കുട്ടികളും പുതിയാപ്പിളും ഗൾഫൊക്കെ ആയ ചിലപ്പോ ഇങ്ങനെയൊക്കെ തന്നെ ഇക്കറല്ലേ, ഞമ്മക്കിപ്പോ അത് അറിയില്ലല്ലോ. എന്തായാലും എനക്ക് തിരക്കടില്ല. ഗൾഫൊക്കൊന്നും പറഞ്ഞ ഇവിടുന്ന് ഒരു പോക്ക് പോയതല്ലേ, പിന്നെ എന്റെ വർത്താനോ വിവരോ ഫോട്ടോ ഒന്നുമില്ല. എടി ഇവിടെ ഫോട്ടോ അയക്കാൻ മാത്രം ഒന്നുമില്ല മോളെ. ഒരു മരുഭൂമി പോലത്തെ സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. മുത്തൂട്ടി സുബൈക്കന്നെ പണിക്ക് പോവും, ഞാൻ ഭക്ഷണം ഉണ്ടാക്കും, കുറച്ചേരം ഫേസ്ബുക്ക് നോക്കിയിരിക്കും. അല്ലാണ്ടപ്പം എന്ത് ചെയ്യാനാ? ആ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്ന് ആലോചിക്കാണ്. പിന്നെ കുട്ടികളെ കാര്യം ആലോചിക്കുമ്പോളാ. എന്താണ് ഒരു ഒട്ടാൻ പോലാത്ത മരുഭൂമിക്ക ഞങ്ങളെ കൊണ്ടുവന്നേ. ഉമ്മ ഇനിയിപ്പൊ നാട്ടില് പോകുമ്പോ ബുർജ് ഖലീഫന്റെ ഫോട്ടോ ചോദിക്കുമല്ലോ എല്ലാരും. എന്താ അറിയമ്മ, മോമ ബുർജ് ഖലീഫന്റെ മുന്നിൽ ഫോട്ടോ എടുക്കാറിഞ്ഞില്ലേ? ആ കുട്ടികളെ വാട്സപ്പ് നമ്പറിന്റെ ലിസ്റ്റ് അത്. ഇപ്പൊ ഞാൻ ഓനോട് ചോദിക്കുമ്പോ എന്താ പറയാ? നിങ്ങളൊന്ന് അടങ്ങ് മോമോ, ഇങ്ങോട്ട് നീക്ക്. എനിക്ക് കുറച്ച് സമയം കൊണ്ടാ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഗൾഫിക്ക് എത്തിയ ആദ്യം ചെയ്യണ പരിപാടി എന്താ അറിയോ? എന്താ? എത്തിയ വിവരത്തിന് നാട്ടിക്കൊരു കത്തയക്കണം. കത്തോ? ഈ കാലത്തോ? ആടാ, ഒരു പെന്നും പേപ്പറും എടുത്ത് എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ എന്ന് തുടങ്ങി ഇവിടുത്തെ എല്ലാ വിശേഷങ്ങളും ചേർത്ത് ഒരു കത്തയക്കണം. അതിന് ഇവിടെ എന്ത് വിശേഷമാണ് പറയട്ടെ. വിമാനത്തിന്റെ ചിത്രമുള്ള ഗൾഫിന്റെ മണുള്ള എയർമെയിൽ കവർ എടുത്ത് നമ്മൾ ഈ കത്ത് അതിലേക്കിട്ട് ഒട്ടിക്കും. എന്നിട്ട് ഗൾഫിന്റെ ചിത്രമുള്ള സ്റ്റാമ്പും പതിപ്പിച്ച് ഈ കത്ത് നേരെ കൊണ്ടുപോയി പോസ്റ്റ് ബോക്സിലിടും. പിന്നെ നമ്മുടെ നാട്ടിലെ കുടുംബക്കാരൊക്കെ ഈ കത്തും കാത്ത് കുറേ ദിവസം ഇരിക്കും. അങ്ങനെ കാത്തിരിക്കുമ്പോ പോസ്റ്റ്മാൻ്റെ ഒരു വരവുണ്ട് കത്തുമായിട്ട് സൈക്കിളില്. ക്ലിങ് ക്ലിങ്. അങ്ങനെ കത്ത് പൊട്ടിച്ച് വായിക്കുമ്പോൾ അത് എഴുതിയ ആളുടെ മുഖം ഈ കത്തിലിങ്ങനെ തെളിഞ്ഞു വരും. അത് കണ്ണീരായും ചിരിയായും സങ്കടായും പരാതികളായും അങ്ങനെ ഓരോന്നായിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഒരു പണിയുണ്ട്, പിടിച്ചോ. കൊണ്ട എന്താണ്? എന്താ? പോയിക്കോ പപ്പ, ഞങ്ങളെന്നും ഞങ്ങളപ്പാന്റെ BMW കാറിൽ കറങ്ങാൻ പോകും. ഉമ്മമ്മ, ഞങ്ങളുടെ ദുബായിലെ വീട്ടിലെ സ്വിച്ച് ഇട്ടാൽ എല്ലാ ഭക്ഷണ സാധനങ്ങളും റെഡിയാവുന്ന യന്ത്രമുണ്ട്. അവിടുത്തെ റോഡ് മാതിരി ഒന്നല്ല ഇവിടുത്തെ റോഡ്. നമ്മൾ വിമാനത്തിൽ പോണ സുഖ. പിന്നെ ഈ വിമാനം എന്നൊക്കെ പറയുന്ന ഫോട്ടോയിൽ കാണാൻ അതിൽ ചെറുതൊന്നല്ല, ഭയങ്കര വലുതാ. പ്രിയപ്പെട്ട ഉപ്പുപ്പാക്കും ഉമ്മുമ്മാക്കും സുഖല്ലേ? ഇവിടുത്തെ ഞങ്ങളുടെ ഫ്ലാറ്റിലെ 50-ാം നിലയിലെ എൻ്റെ മുറിയിൽ ബാൽക്കണിയിൽ നിന്ന് ബുർജ് ഖലീഫ കാണാം. രാത്രിയാണ് നല്ല രസം, ഫുൾ ലൈറ്റിൽ കാണാൻ പറ്റും. ഈ കത്തിപ്പ് എഴുതുന്നത് ഉമ്മച്ചി പറഞ്ഞിട്ടാണ്, ബാക്കി ഞാൻ പിന്നെ എഴുതാം. കുട്ടികളൊക്കെ ഭയങ്കര ലക്ഷറി ആയി പോയല്ലോ. പറ്റാവുന്ന സ്വപ്നങ്ങളൊക്കെ നടത്തി കൊടുക്കണം ഇൻഷാ അല്ലാ. പിന്നെ ഓർക്കും വേണ്ടേ എന്തെങ്കിലുമൊക്കെ സ്വപ്നങ്ങൾ ബാക്കി അല്ലേ? നമ്മുടെ ഫിലോസഫി മനസ്സിലാവാനുള്ള പ്രായമായിട്ടില്ലല്ലോ കുട്ടികൾക്ക്. ഇരിക്കും മോളെ, കുട്ടിക്കൊരു കാര്യം അറിയോ? ഈ ഫിലോസഫിയും ജീവിതവും തമ്മിൽ ഏറ്റുമുട്ടലാണ് കുട്ടി ഈ ലോകം. ഈ നട്ടപ്പാതിരക്കോ ഞാൻ എൻ്റെ വല്ല കത്തുണ്ടോ? ഇന്റെ കത്ത് താങ്ങാനുള്ള ശേഷി ഇങ്ങക്ക് ഉണ്ടാവൂല. ഉമ്മാന്റെ കുട്ടി ഉറങ്ങിക്കോളി. ഇപ്പൊ എനിക്ക് മനസ്സിലായില്ല ബുർജ് ഖലീഫക്ക് പോകുന്നത് അത്ര എളുപ്പമല്ലാന്ന്. പിന്നെ പ്രധാന പ്രശ്നം എന്താ പറഞ്ഞാല് മുത്തോട്ടിക്ക് വെള്ളിയാഴ്ച മാത്രമേ ലീവുള്ളൂ. അതുകൊണ്ട് കൃത്യമായ പ്ലാനിങ് ഇല്ലാതെ ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല. അപ്പോൾ അതൊക്കെ കണ്ട് കണക്കാക്കി ഞങ്ങൾ ഒരു ചാർട്ടാണ് ഉണ്ടാക്കി. എല്ലാ ദിവസവും മുത്തോട്ടി എണീറ്റ് വരുമ്പോൾ തന്നെ കാണണം.
താഴെ മരിയെ കൊട്ടിക്ക്. ഇതേ ഞാനും ഷാനും കൂടി കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. അതെങ്ങനെ ഒട്ടിക്കണേ ഞങ്ങൾക്കറിയാം. അല്ലോ എന്തൊരു ഉത്സാഹം എന്റെ കുട്ടിയേക്ക്. ഇത് സ്കൂളിലേക്കുള്ള വല്ല പണിയാതെ നിങ്ങളെ പിന്നാലെ നടന്ന് ചെയ്യിപ്പിക്കണ്ട ഞാൻ. ഇത് സ്കൂൾ പഠിപ്പിച്ചെന്നെ ഉമ്മച്ചി. പക്ഷെ വെക്കേഷൻ ആയപ്പോൾ ഉപകാരമായി. എങ്ങനെയുണ്ടമ്മ ക്രിയേറ്റിവിറ്റി? ക്രിയേറ്റിവിറ്റിക്ക് എന്റെ മക്കൾക്ക് ഒരു കുറവുമില്ലല്ലോ. നിങ്ങൾ ഇന്നലത്തെ കത്ത് ക്രിയേറ്റിവിറ്റി കണ്ടിട്ടേ മുത്തുട്ടിക്ക് നല്ല വിഷമമുണ്ട്. ഇതാ പറഞ്ഞേ മോമോ. അതുകൊണ്ടേ അടുത്ത വെള്ളിയാഴ്ച നമ്മളെല്ലാരെയും കൂട്ടി ബുർജ് ഖലീഫ കാണിക്കാൻ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും? അതെ, മുത്തുട്ടി വരുമ്പോ ഇനി ബുർജ് ഖലീഫ എന്ന് പറഞ്ഞ് ചാടാൻ നിൽക്കണ്ട. എന്നോടാ പറഞ്ഞേ. ഇല്ല മച്ചി, ഇല്ല.